ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ചാർജ് എടുത്ത ശേഷം സത്യപ്രതിജ്ഞ ശേഷം അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അതിനു മുമ്പ് സംസാരിച്ചിരുന്നു. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ചാർജ് എടുത്ത ശേഷം സത്യപ്രതിജ്ഞ ശേഷം അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അതിനു മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ എല്ലാ ആശംസ അർപ്പിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിന് അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ക്യാപിറ്റലാണ്, അതുകൊണ്ട് കൂടുതൽ പിന്തുണയും ശ്രദ്ധയും ഒക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഈ തുടക്കത്തിലെ തിരക്ക് കഴിഞ്ഞിട്ട് കൂടുതൽ ഗൗരവകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട സഹകരണം, അക്കാര്യങ്ങൾ ഞങ്ങൾ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ ആരംഭിക്കും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ ഉപമന്ത്രിയും തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ഈ ജില്ലയിൽ നിന്നുള്ള കോർപ്പറേഷനിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ട്. അവരെയും കണ്ട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും. സ്വാഭാവികമായും ഞങ്ങൾ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോഴേക്കും പരിചയമുള്ളവരാണ്. പല സാഹചര്യങ്ങളിലും ഒരുമിച്ച് പല പ്രവർത്തനങ്ങളും നടത്തി പരിചയമുള്ളവരാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള 2 മന്ത്രിമാരും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ. സ്വാഭാവികമായിട്ടും ഒരു പരിചയം പുതുക്കലിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെന്നുള്ള നിലയ്ക്ക് ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്തുണയാണ് ഞങ്ങൾ തേടിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാ ആശംസയും അർപ്പിച്ചു.